ആർക്കും വേണ്ടാത്ത നിറയെ മുള്ളു നിറഞ്ഞ പുല്ലൻ മീനെ കിലോയ്ക്ക് 1000 രൂപ വിലയുടെ വാല്യൂയിലേക്ക് മാറ്റുന്ന ഒരു ടെക്നിക്കാണ് ഈ വീഡിയോ കണ്ടുപഠിച്ചു. സംഗതി എന്താണെന്ന് വെച്ചാൽ പുല്ലൻ വൃത്തിയാക്കിച്ചത് ഇങ്ങനെ അങ്ങോട്ട് നല്ല മൂർച്ചയുള്ള കത്തി എടുത്തേച്ച് ഈ പുല്ലനകത്ത മുള്ളു മുഴുവൻ ഹൊറിസോണ്ടൽ ലെവലിൻ്റെ മുള്ളിരിക്കുന്നത് അത് മുഴുവൻ വെർട്ടിക്കലി അങ്ങോട്ട് മുറിക്കണം. കംപ്ലീറ്റ് മൊത്തം ഇത്ര ഈ വീഡിയോയിൽ എന്നാ നിങ്ങൾ കാണുന്നു അതുപോലെ അങ്ങോട്ട് ചെയ്യുക. പിന്നെ ഈ വെള്ളം പൊങ്ങി വരുന്ന സമയത്തൊന്നും പുല്ലിനെ പിടിക്കാൻ നിൽക്കില്ല, അല്ലാത്ത സമയമുണ്ട് അന്നേരം പിടിച്ചോണം. എന്നേച്ച് നല്ല പോലെ മസാല തേച്ചേച്ച് ഇവനെ നല്ല പാനിനകത്ത് വെക്കുക, നല്ല വെളിച്ചെണ്ണ ഒഴിച്ചേച്ച് അങ്ങോട്ട് വറക്കണം. ഈ പുല്ലൻ വറക്കുമ്പോൾ ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ സ്വന്തം താടിക്കാരൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ പുല്ലനെ ഒന്ന് പിടിച്ചിട്ട് നമുക്കൊന്ന് കറിയാക്കി നോക്കിയാലോ എന്ന് നമ്മൾ തീരുമാനിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ നേരെ നമ്മൾ കായലിൻ്റെ അവിടെ വന്നു, നമ്മുടെ വേമ്പനാട്ട് കായലിൻ്റെ അവിടെ വന്നത്. അങ്ങനെ ചൂണ്ടയിട്ട് കണ്ടോ, ചൂണ്ടയിട്ടിട്ട് 3 പുല്ലനെ നമുക്ക് കിട്ടി കേട്ടോ. നമ്മൾ പുല്ലനെയൊക്കെ കറിയൊക്കെ വെക്കുമ്പോൾ നമുക്ക് ലൈവായിട്ട് ഇങ്ങനെ പിടിച്ച് കറി വെക്കാനൊക്കെ പറ്റുന്നതൊക്കെ ഒരു ഭാഗ്യം തന്നെയാണ് കേട്ടോ. അതിൻ്റെ ഒരു ടേസ്റ്റും അതുപോലെ തന്നെയാണ്. അപ്പോൾ നമ്മളിത് ട്രിപ്പിൾ ഹുക്ക് ഇട്ടാണ് നമ്മൾ മീനെ പിടിച്ചത്. അപ്പോൾ ഇത് അങ്ങനെ 3 പുല്ലനെ നമുക്ക് ഇടത്തരം സൈസുള്ള 3 പുല്ലനെ നമുക്ക് കിട്ടി. അപ്പോൾ നേരെ പുല്ലനായിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പം ഇനി ബാക്കി നമുക്ക് വീട്ടിൽ വെച്ച് കാണാം കേട്ടോ. അപ്പോൾ ഇന്ന് കിട്ടിയ മീൻ ഇതൊക്കെയാണ്. 3 പുല്ലൻ കിട്ടി, അതുപോലെ തന്നെ പ്രാഞ്ഞീൻ, പൂളാൻ, കോലാൻ ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് വെട്ടി ക്ലീൻ ചെയ്യണം കേട്ടോ. ഇത് പുല്ലൻ്റെ മീൻ വെട്ടുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന ഇതാണ് കേട്ടോ. ഇതിങ്ങനെ ബലൂൺ പോലെയൊക്കെ വീർപ്പിച്ചത് നോക്കണേ. ഇത് എന്ത് ഇതെന്നൊന്നും അറിഞ്ഞൂടാ. അപ്പോൾ അതിൻ്റെ വെട്ടുമ്പോൾ നമുക്ക് കിട്ടണതാണ്. അപ്പോൾ അത് എടുത്ത് നമ്മൾ നോക്കുമായിരുന്നു. പിന്നെ ഇപ്പോൾ 3 പുല്ലനെയും വെട്ടി നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞത് നമ്മുടെ സ്വന്തം താടിക്കാരൻ പറഞ്ഞ പോലെ തന്നെ നൈസായിട്ട് നല്ല മൂർച്ചയുള്ള കത്തി വെച്ച് അത് മുള്ള് കട്ടായി പോണ വിധത്തിൽ നന്നായിട്ട് അടുപ്പിച്ചടുപ്പിച്ച് വരയുണ്ട് കേട്ടോ. വാലിൻ്റെ അവിടെ നിന്നാണ് വരഞ്ഞു തുടങ്ങിയത്. എന്നിട്ട് നന്നായിട്ട് അതുപോലെ 2 സൈഡും നന്നായിട്ട് വരഞ്ഞെടുത്തു. അങ്ങനെ 3 മീനും നന്നായിട്ട് വരഞ്ഞെടുത്ത ശേഷം നമ്മൾ മസാല ഉണ്ട്, വറുക്കാൻ വേണ്ടിയുള്ള മസാല ഉണ്ട്. കറിവേപ്പില, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇവയൊക്കെ കൂടി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കൂടെ പൊടിയായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ കുരുമുളക് പൊടിയാണ് നമ്മൾ എടുക്കുന്നത്. അതിന് ആ കൂടെ തന്നെ നമ്മൾ ആ ചെറിയ മീൻ കിട്ടിയതും വറുക്കുന്നുണ്ട് കേട്ടോ. അത് ആദ്യം ഉപ്പിട്ട് അത് കഴിഞ്ഞ് കുറച്ച് വിനാഗിരി ഒഴിച്ച് പിന്നെ അതേ കുരുമുളക് പൊടി ഇട്ടു. അത് കഴിഞ്ഞ് മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുളക് പൊടി ആവശ്യത്തിന് നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് ഇടുക. പിന്നെ പച്ചമുളകും ഉള്ളി വെളുത്തുള്ളിയൊക്കെ കൂടി അരച്ച് വെച്ചേക്കണ ഇതും കൂടി അതിലിട്ട് മിക്സ് ചെയ്യാൻ വേണം. അങ്ങനെയാണ് നമ്മൾ മസാല റെഡിയാക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ എന്തായാലും ഇതും പുല്ലെന്ന് പിന്നെ മിക്കവർക്കും ഇഷ്ടമായിരിക്കും ടേസ്റ്റൊക്കെ. പക്ഷേ ഇതിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുള്ള് കൂടുതലുള്ള കാരണം ആരും അങ്ങനെ മേടിക്കാറില്ല കേട്ടോ. ഇതൊക്കെ കിട്ടിയാലും ആൾക്കാർ അങ്ങനെ യൂസ് ചെയ്യാറൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നേരത്തെ കിട്ടുമ്പോഴാണെങ്കിൽ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യാനൊന്നുമില്ല. അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ എന്തായാലും ഒന്ന് ചെയ്തു നോക്കണമെന്ന് പറഞ്ഞു. അതിൽ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് താടിക്കാരൻ, ഈ വെള്ളപ്പൊക്ക ടൈമിനൊന്നും ഇത് പിടിക്കരുതെന്ന് പറയുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞൂടെ, അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ചിലപ്പോൾ വെള്ളപ്പൊക്ക ടൈമിനൊക്കെ ഇതിന് മുള്ള് കൂടുന്ന ടൈമായിരിക്കുമോ എന്താണെന്ന് അറിഞ്ഞൂടെ. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ മഴ ടൈമിലാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. തേണ്ട മസാല അതിലേക്ക് നന്നായിട്ട് നമ്മൾ തേച്ച് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇങ്ങനെ വരഞ്ഞേക്കണോണ്ട് മസാല നന്നായിട്ട് ഫില്ലാകുന്നുണ്ട്. അപ്പോൾ മീൻ നന്നായിട്ട് നമ്മൾ മസാലയൊക്കെ തേച്ച് അതിൻ്റെ ഉള്ളിലൊക്കെ ഫില്ല് ചെയ്താണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇത് നോക്കിയേ, ഉള്ളിലേക്ക് നല്ല രീതിയിൽ നമ്മൾ മസാല ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഉൾഭാഗത്തേക്കൊക്കെ മസാല തന്നു കഴിയുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടി നന്നായിട്ട് രുചി കൂടുമെന്നാണ് നമ്മൾ കരുതുന്നത് കേട്ടോ. അതെ, ഇപ്പോൾ നിങ്ങൾ ഇതുപോലെ പുല്ലനൊക്കെ മേടിച്ച് വറുത്തിട്ടുണ്ടെങ്കിലും അതുപോലെ മുള്ളു പോകാൻ വല്ല മാർക്കം ഉണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അങ്ങോട്ട് നന്നായിട്ട് പെരുട്ടി വെച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഒരു പാനെടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നേരെ കുറച്ച് കറിവേപ്പില ഇട്ടു. കറിവേപ്പില ഇങ്ങനെ ഇടുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടും കേട്ടോ. സാധാരണ ഒറ്റ തണ്ടായിട്ടുള്ളതാണെങ്കിൽ നമ്മൾ ബെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ഇതിപ്പോൾ ഇത് ഉതിർന്ന് കിടക്കണോണ്ടാണ് ഇങ്ങനെ ചെയ്തത്. പിന്നെ നമ്മുടെ പുല്ലൻ മീനെടുത്ത് അങ്ങോട്ട് വെച്ചു. അപ്പോൾ താടിക്കാരൻ പറഞ്ഞ നേരാണ് കേട്ടോ. ബാക്കി മീൻ വറുക്കണ പോലെ അല്ലേ, ഈ പുല്ലൻ വറുക്കുമ്പോൾ ഒരു പ്രത്യേക വേറൊരു സ്മെല്ല് വരും. അത് നിങ്ങൾ വറുത്ത് കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ ഇതൊക്കെ അറിയാൻ പറ്റും കേട്ടോ. അത് ഇനി എന്തായാലും അത് നന്നായിട്ട് കിടന്നൊന്ന് മുരിച്ചെടുക്കണം. എന്തായാലും
മുറിച്ചാൽ മാത്രം പോരല്ലോ, ആ മുള്ളും കൂടി നന്നായിട്ട് പൊരിഞ്ഞ് കിട്ടിയാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അത് നമുക്ക് എന്തായാലും അത് മൂടി വെച്ച് നന്നായിട്ട് അതൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ മീനൊക്കെ ഇങ്ങനെ ഫ്രൈ ചെയ്യണ കാണുമ്പോൾ തന്നെ നല്ല രസമല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഏത് മീനാണ് ഇതുപോലെ ഫ്രൈ ചെയ്ത് കഴിക്കാൻ ഏറ്റവും ഇഷ്ടമെന്ന് പറയണം കേട്ടോ. എനിക്ക് എല്ലാ മലയാളികളെ പോലെ തന്നെ നമ്മുടെ മത്തി ചാളയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടം. അത് കഴിഞ്ഞ് മൂടി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് നമുക്കൊരു 10-15 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കാം. ഇപ്പോൾ എന്തായാലും വൺ സൈഡ് അത് റെഡിയായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്കൊന്ന് മറിച്ചിടാൻ നോക്കാം. എന്തായാലും മറിച്ചിടലൊരു ടാസ്ക് തന്നെയായിരുന്നു. അടിക്ക് ശരിക്കും പിടിച്ചില്ലെങ്കിൽ നമുക്ക് ഇത്ര വലിയ മീനായിട്ട് കഷ്ണിച്ചിടാത്തതുകൊണ്ട് നേരെ എടുത്ത് മറിക്കാൻ ഇച്ചിരി പാടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ടൈം എടുത്താണെങ്കിലും അത് മീൻ മറിച്ചിട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ നോൺ സ്റ്റിക്ക് ആയിരുന്നെങ്കിൽ അടിയിൽ ഒട്ടാതെയൊക്കെ ഇരുന്നേനെ. ഇപ്പോൾ ഈ പാത്രം അലുമിനിയത്തിൻ്റെയൊക്കെ പാത്രം ആയതുകൊണ്ട് അടിയിൽ പിടിക്കണതുകൊണ്ടാകാം, അല്ലെങ്കിൽ എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലെയുള്ള അബദ്ധങ്ങൾ വരാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു ടിപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. അപ്പോൾ നമ്മൾ മീൻ എന്തായാലും എടുത്ത് മറിച്ചിടാൻ പോകണം കേട്ടോ. ആ സൈഡ് എന്തായാലും നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ പാത്രത്തിന് പിടിയും കൂടി ഇല്ലാത്തതുകൊണ്ട് ഇത് മറിച്ചിടൽ ഒരു ടാസ്ക് തന്നെയാണ് കേട്ടോ. വൺ സൈഡ് നന്നായിട്ട് മുരിച്ചിട്ടുണ്ട്. പിന്നെ അപ്പുറത്തെ സൈഡും കൂടി വേവിച്ചിട്ട് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതെ അടുത്ത മീനും നമ്മൾ മറിച്ചിടാൻ പോവുകയാണ്. അപ്പോൾ കുറച്ച് ടാസ്ക്കൊക്കെ ആണെങ്കിലും മീനൊക്കെ നമ്മൾ അധികം കേടുപാടൊന്നും ഇല്ലാത്ത രീതിയിൽ നമ്മൾ മറിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ, അതുപോലെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ വീഡിയോ കാണുന്ന പലരും നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആണ് പോകുന്നത് കേട്ടോ. അപ്പോൾ മാക്സിമം നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയറും കൂടി ചെയ്തേക്കണേ. അപ്പോൾ അതെ അപ്പുറത്തെ സൈഡ് നന്നായിട്ട് മുരിച്ചിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. ഇത് മുരിച്ച് കഴിഞ്ഞ് രണ്ട് സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ പൊരിഞ്ഞ് കരിമുരയൊന്നും ആക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ആക്കുന്നത് ഇഷ്ടമുള്ളവരാണ് അങ്ങനെ ആക്കി എടുക്കാം. നമുക്ക് അങ്ങനെ അത്ര കരിമുര ആക്കി എടുക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ. ഒരുവിധം മുരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നേരെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി നമ്മൾ. അത് കഴിഞ്ഞ് എന്തായാലും നമുക്കൊന്ന് നോക്കാം എങ്ങനെയുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് എന്നൊക്കെ. അതെ ഒരു സ്പൂൺ വെച്ച് അത് നമ്മൾ പൊളിച്ചടിക്കണം കേട്ടോ. പൊളിച്ചെടുത്ത് നമ്മൾ ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കി. മുള്ളൊക്കെ ഏകദേശമൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും സാധാരണ വറുക്കണേലും മുള്ളൊന്ന് കുറഞ്ഞിട്ടുണ്ട്. അത് കട്ടായി പോയതും അത് മുരിഞ്ഞതും കൊണ്ട് നമുക്കൊരു സുഖമുണ്ട് കഴിക്കാൻ വേണ്ടി. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഇതുപോലെയുള്ള അടുത്തൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.